ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാരുണ്യവാനായ റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യും. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന രണ്ട് സത്യ സാക്ഷ്യം അറിഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാം എല്ലാം മുസ്ലിങ്ങളായി വിശ്വാസികളായി റബ്ബിന്റെ മുമ്പിൽ നാം എടുത്ത പ്രതിജ്ഞ സത്യസന്ധമായി പാലിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്ത ഒരാളെ നമ്മൾ ആരാധിക്കുകയില്ല. അല്ലാഹു അല്ലാത്ത ഒരാളോട് നാം പ്രാർത്ഥിക്കുകയില്ല. അല്ലാഹു അല്ലാത്ത ഒരാളോട് നാം സഹായതേട്ടം നടത്തുകയും ഇല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതീക്ഷ മുഴുവൻ അല്ലാഹുവിലാണ്. നമ്മുടെ അവലംബവും ആശ്രയവും അല്ലാഹു മാത്രമാണ്. പക്ഷേ തൗഹീദിലാണ് ഞങ്ങളെന്ന് ധരിക്കുന്ന നമ്മിൽ സംഭവിക്കാനിടയുള്ള അപകടകരമായ ഒരു ധാരണയെ പരിശുദ്ധ ഖുർആൻ തിരുത്തുന്നുണ്ട്. ശിർക്ക് ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന സമാധാനത്തിൽ ഒരു ജാറത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. മരിച്ചുപോയ ഒരു ശൈഖിനോട് ഞങ്ങൾ തേടുന്നില്ല. പ്രകൃതി പ്രതിഭാസങ്ങളോടും തേടുന്നില്ല. മലക്കുകളോടോ ജിന്നുകളോടോ ഞങ്ങൾ സഹായത്തേട്ടം നടത്തുന്നില്ല എന്ന് ആശ്വസിക്കുന്ന നമ്മിൽ സംഭവിച്ചേക്കാവുന്ന മാരകമായ ഒരു അപകടം. ആ പദങ്ങളെ രണ്ടാമത് ഒന്ന് പരിശോധിച്ചാൽ ഞങ്ങളുടെ അവലംബം ആശ്രയം അല്ലാഹു മാത്രമായിരിക്കും എന്ന് കൂടിയുണ്ടല്ലോ. ആ ഒരു വിശ്വാസത്തിന്റെ രീതിയിലാണോ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഭൗതികമായ പല വിഷയങ്ങളിലും അവലംബമാക്കാൻ, അല്ലാഹുവിനെ അവലംബമാക്കാൻ മറന്നുപോകുന്ന മനുഷ്യർ, ആശ്രയിക്കാൻ മറന്നുപോകുന്ന മനുഷ്യർ, അതിന്റെ ഭവിഷ്യത്തിനെ പറ്റി
അൽ കഹ്ഫ് സൂറത്തിൽ വെള്ളിയാഴ്ചകളിൽ നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അൽ കഹ്ഫ് സൂറത്തിൽ കൃത്യമായ ഒരു ചരിത്രം അള്ളാഹു വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലെ ആയത്തുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയം തോന്നും. കാരണം നമ്മൾ എല്ലാ ആഴ്ചയും പാരായണം ചെയ്യുന്ന ഒരു സൂറത്ത് എന്ന നിലയിൽ ഒരു തോട്ടക്കാരന്റെ ഉപമയാണ് അള്ളാഹു ഖുർആനിലൂടെ വിവരിക്കുന്നത്. കേട്ടുനോക്കൂ നിങ്ങൾ. നബിയെ, അവർക്ക് രണ്ട് മനുഷ്യരുടെ ഉദാഹരണം, ഉപമ ഒന്ന് വിശദീകരിച്ചു കൊടുക്കൂ. രണ്ടുപേരുടെ ആ രണ്ടുപേരിൽ ഒരാൾക്ക് നാം മുന്തിരിയുടെ രണ്ട് വലിയ തോട്ടങ്ങൾ നൽകി. രണ്ട് വ്യക്തികൾ, അതിലൊരാൾ, രണ്ടുപേരും കൂട്ടുകാരാണ്. ആ കൂട്ടുകാരിൽ ഒരാൾക്ക് അന്ന് പറയുന്നു നാം മുന്തിരിയുടെ രണ്ട് തോട്ടങ്ങൾ നൽകി. മുന്തിരി മാത്രമല്ല, രണ്ട് മുന്തിരിത്തോട്ടങ്ങളെ വലയം ചെയ്തുകൊണ്ട് ഈത്തപ്പനകളും നാം നൽകി. രണ്ട് മുന്തിരിത്തോട്ടങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പച്ചക്കറികളും കൃഷികളും നാം ഉണ്ടാക്കി കൊടുത്തു. അല്ലാഹു ചെയ്ത അനുഗ്രഹം രണ്ട് വ്യക്തികളിൽ ഒരാൾ. ആ തോട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ രണ്ട് തോട്ടങ്ങളും ഒരു ഘട്ടത്തിലും അന്യായം കാണിച്ചില്ല. അന്യായം കാണിച്ചില്ല. നല്ല വിളവുകൾ, നല്ല വരുമാനമുണ്ടാക്കാവുന്ന വിളവുകൾ, മുന്തിരിത്തോട്ടമാവട്ടെ ഈത്തപ്പനയാവട്ടെ അവയ്ക്കിടയിലുള്ള മറ്റു പച്ചക്കറികളാവട്ടെ എല്ലാം നല്ല വിളവ് നൽകി. രണ്ട് മുന്തിരിത്തോട്ടങ്ങളുടെ മധ്യത്തിലൂടെ ഒരു പുഴ ഒഴുക്കി കൊടുക്കുകയും ചെയ്തു. നമുക്ക് കാര്യം മനസ്സിലായി. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. രണ്ട് തോട്ടങ്ങളുടെ നടുവിലൂടെ ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നനക്കാൻ പറ്റും. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. ഈ പുഴയുടെ രണ്ട് കരയിലായിട്ടാണ് രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ ഉള്ളത്. മറ്റു പച്ചക്കറികൾ, കൃഷികൾ, ധാന്യങ്ങളെല്ലാം സുഭിക്ഷമായി. ഒരു കാലത്തും അവനെ ചതിച്ചില്ല ആ തോട്ടങ്ങൾ. ഇപ്പോ എന്താ വേണ്ടതവൻ? അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് ശുക്ർ കാണിക്കണം. റബ്ബിനെ ഓർക്കണം, ശുക്ർ കാണിക്കണം. ആ റബ്ബിനോടവൻ തേടണം. റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത് എന്ന്. പക്ഷേ അതല്ല സംഭവിച്ചത്. അവൻ അഹങ്കാരിയായി മാറി. എന്റെ തോട്ടത്തിലെ വിളവ് എന്റെ സാമർത്ഥ്യം കൊണ്ടാണ് എന്നാണ് അവന് തോന്നിയത്. എന്റെ സാമർത്ഥ്യം കൊണ്ടും കഴിവുകൊണ്ടും അറിവുകൊണ്ടും ഞാൻ തോട്ടത്തെ നന്നായി പരിപാലിച്ച് അങ്ങനെ നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണിൽ അള്ളാഹുവിനെ അതിൽ നിന്നിട്ട് മാറ്റി നിർത്തി. വളരെ ശ്രദ്ധിക്കണം. നമുക്ക് എങ്ങനെയാണ് അപകടം പറ്റുക? റബ്ബിനെ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഈ നൽകിയ റബ്ബിനെ മറന്നുകൊണ്ട് സ്വന്തം കഴിവിന്റെയും യുക്തിയുടെയും ബുദ്ധിയുടെയും അറിവിന്റെയും അടിസ്ഥാനത്തിലാണ് എനിക്ക് വിളവുകളൊക്കെ കിട്ടുന്നത് എന്നതിലേക്ക് അവൻ മാറി. ധാരാളം വരുമാനങ്ങൾ ഉണ്ടായി അവന്. അങ്ങനെ അവന്റെ ഒരു ചങ്ങാതിയുണ്ടല്ലോ, സമ്പത്തില്ലാത്ത, തോട്ടമില്ലാത്ത, വരുമാനമില്ലാത്ത ഫക്കീറായ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ. ആ കൂട്ടുകാരനോട് ഈ തോട്ടക്കാരൻ പറയുന്നു, അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കെ, ഞാൻ നിന്നേക്കാൾ സമ്പത്ത് കൂടിയവനാണ്, നിന്നേക്കാൾ സന്താനങ്ങളും ആൾബലങ്ങളും ഉള്ളവനാണ് ഞാൻ. അഹങ്കാരത്തിന്റെ വർത്തമാനം പുറത്തേക്ക് വന്നു. അള്ളാഹുവിനെ തീരെ പരിഗണിച്ചില്ല ആ വിഷയത്തിൽ. ആശ്രയം, തൗഹീദ് എന്ന് പറഞ്ഞാൽ ആശ്രയവും അവലംബവും അല്ലാഹ് മാത്രമായിരിക്കണം. അപ്പൊ ദുനിയാവിലെ കാര്യങ്ങളോ അത് അല്ലാഹു നമുക്ക് സബബായി നിശ്ചയിച്ചതാണ്. ആ സബബുകളെ ഉപയോഗപ്പെടുത്താം. തോട്ടത്തെ ഉപയോഗപ്പെടുത്താം, ഫലഭൂയിഷ്ഠമായ മണ്ണിനെ ഉപയോഗപ്പെടുത്താം, ജോലിക്കാരെ ഉപയോഗപ്പെടുത്താം, നദിയിലെ വെള്ളം ഉപയോഗപ്പെടുത്താം, ഒക്കെ
ഉപയോഗപ്പെടുത്താം. പക്ഷേ ഇതിന്റെ തൗഫീഖ് റബ്ബിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ എനിക്കിത് ലഭിക്കില്ല എന്ന ബോധ്യത്തിലേക്ക് മനുഷ്യൻ വരേണ്ടതുണ്ട്. അവന്റെ അഹങ്കാരം നിന്നേക്കാൾ സമ്പത്ത് എനിക്കാണ്, ആൾബലം എനിക്കാണ്. എന്നിട്ടോ അല്ലാഹു വിശദീകരിക്കുകയാണ്, അവൻ ഫലഭൂയിഷ്ഠമായ വിളവെടുക്കാനായ ആ തോട്ടത്തിലേക്ക് അവൻ പ്രവേശിച്ചു. എങ്ങനെ? സ്വന്തത്തോട് അന്യായം പ്രവർത്തിക്കുന്നവനായി, സ്വന്തത്തോട് അന്യായം പ്രവർത്തിക്കുന്നവനായി, റബ്ബിനെ മറന്നുകൊണ്ട് സ്വന്തം കഴിവിൽ അഹങ്കരിച്ച, സ്വന്തം സമ്പത്തിൽ അഹങ്കരിച്ച ആ മനുഷ്യൻ അവനോട് തന്നെയാണല്ലോ അന്യായം ചെയ്യുന്നത് എന്ന് പറയുന്നു. സ്വന്തത്തോട് അന്യായം ചെയ്യുന്ന വിധത്തിലാണ് അവന്റെ തോട്ടത്തിൽ കടന്നു. കാലാവൻ പറഞ്ഞു, ഒരിക്കലും ഈ തോട്ടം വാടിപ്പോവുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ത്യസമയം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ അവന്റെ വളർച്ച ഒരിക്കലും എന്റെ തോട്ടത്തിൽ നിന്ന്, തോട്ടത്തിന് നാശം സംഭവിക്കുകയില്ല, അത് വാടിപ്പോവുകയില്ല. സുഭിക്ഷമായ ജലസാന്നിധ്യമുള്ള സ്ഥലമാണ്, നല്ല വിളവ് കിട്ടുന്ന സ്ഥലമാണ്. ഒരിക്കലും ഇത് വാടില്ല. ഇനി അന്ത്യസമയം വരുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയോ ഇനി പലരും പറയുന്ന പോലെ ലോകം അവസാനിക്കുകയും ഞാൻ എന്റെ റബ്ബിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ലഭിച്ച തോട്ടത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് റബ്ബിന്റെ അടുക്കൽ എനിക്ക് കിട്ടാനുള്ളത്. ഈ ദുനിയാവിൽ തന്നെ ഇത്ര ഉള്ള തന്നെങ്കിൽ പരലോകത്തിനേക്കാൾ മെച്ചപ്പെട്ടത് എനിക്ക് കിട്ടും എന്ന് അഹങ്കാരത്തോടെ അവൻ പറയുകയാണ്. അപ്പോഴാണ് പാവപ്പെട്ടവനായ, സമ്പത്തില്ലാത്ത അവന്റെ കൂട്ടുകാരൻ അവനോട് പറയാണ്, അവന്റെ കൂട്ടുകാരൻ ഈ അഹങ്കരിച്ച തോട്ടക്കാരനോട് പറഞ്ഞു, അവർ തമ്മിലുള്ള സംഭാഷണ മധ്യേ, അല്ലേ കൂട്ടുകാരാ, ചങ്ങാതി, നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിനെ നീ നിരാകരിക്കുകയാണോ? ഈ ചോദ്യം. പിന്നീട് ഒരു ബീജഗണത്തിൽ നിന്നും ആദ്യം മനുഷ്യനെ മണ്ണിൽ നിന്ന്, പിന്നീട് ഓരോരുത്തരുടെ ബീജഗണത്തിൽ നിന്ന് നിന്നെ ഇപ്പോൾ റബ്ബ് ഒത്ത ഒരു പുരുഷനായി, കഴിവുള്ള, അറിവുള്ള, ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിയുന്ന, എന്തിനും പോന്ന ഒരാളായി നിന്നെ സംവിധാനിച്ച റബ്ബിനെ തന്നെ മറന്നുകൊണ്ട്, ആ റബ്ബിനെ നിരാകരിച്ചുകൊണ്ടാണോ നീ സംസാരിക്കുന്നത്? എന്നാൽ ഞങ്ങളുണ്ടല്ലോ ഈ അനുഗ്രഹങ്ങൾ നൽകുന്ന റബ്ബ് അത് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിൽ, ആ റബ്ബിൽ ഒന്നിനെയും ഞങ്ങൾ പങ്കുചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? ആദ്യം തൊട്ട് കേട്ട ആയത്തുകൾ. ഒരു ഘട്ടത്തിലും ഇയാൾ ഒരു ശൈഖിനെ വിളിച്ച് തേടുന്ന ആളല്ല ഈ മനുഷ്യൻ. ഒരു ജാറത്തിലും പോകുന്നവനല്ല. ഒരു ഔലിയാക്ക് നേർച്ചയാക്കിയിട്ടില്ല തോട്ടം തന്നവൻ. ജിന്നിനെയോ മലക്കിനെയോ വിളിച്ച് തേടിയിട്ടുമില്ല. എന്നിട്ടും കൂട്ടുകാരൻ അങ്ങോട്ട് പറയുന്നത്, അങ്ങ് പറയുന്നത്, ഞങ്ങളുണ്ടല്ലോ റബ്ബിൽ ഒരാളെയും പങ്കുചേർക്കുകയില്ല. നീ ഇലാഹിലല്ല പങ്കുചേർത്തത്, റബ്ബിൽ തന്നെ റുബൂബിയത്തിലാണ് ശിർക്ക് ചെയ്തത്. കാരണം എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം വളർത്തുകയും ചെയ്യുന്ന ആ റബ്ബിനെ നീ മാറ്റി നിർത്തി നിനക്ക് വന്ന ദുനിയാവിലെ ഉപകരണങ്ങളെ ആശ്രയിച്ചു. നീ അതിനെ അവലംബമാക്കി നിന്റെ തോട്ടത്തെ, നിന്റെ മണ്ണിനെ, നിന്റെ പുഴയെ, നിന്റെ പണിക്കാരെ, നിന്റെ കഴിവിനെ, നിന്റെ അറിവിനെ, കാലാവസ്ഥയെ പോലും നീ അവലംബമാക്കി ആശ്രയിച്ചു. റബ്ബിനെ
ആശ്രയിക്കേണ്ടതിന് പകരം, റബ്ബിനെ അവലംബിക്കേണ്ടതിന് പകരം. അപ്പൊ നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും എനിക്ക് നല്ല കഴിവുണ്ട്, തല്ലേടമുണ്ട്, അങ്ങനെയാണ് അള്ളാഹ്ക്ക് ഒരു ഇടപെടാൻ ഇടം കൊടുക്കാതെ വിധം ആണെങ്കിൽ അതും ശിർക്കാകുന്നു എന്ന് ഖുർആൻ പച്ചക്ക് പറഞ്ഞു തരികയാണ്. ഇയാള് ഒരു ജാറത്തിലോ മഖബറയിലോ ഒന്നും പോണ ആളല്ല, ജിന്നിനെ വിളിച്ചു തേടുന്ന ആളല്ല, മലക്കിനെ വിളിച്ചു തേടുന്ന ആളല്ല. തീരെ റബ്ബില്ലാന്നും പറയില്ലല്ലോ. ഞാൻ റബ്ബിലേക്ക് മടക്കപ്പെട്ടാൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടത്. അപ്പൊ റബ്ബിനെ നിരാകരിച്ചിട്ടില്ല, റബ്ബില്ലാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്തേ? റബ്ബിനെ അവലംബിക്കേണ്ടത് വളരെ ശ്രദ്ധിക്കണം. നമ്മള് സാമ്പത്തിക കാര്യങ്ങളൊക്കെ, കച്ചവടമാവട്ടെ, കൃഷിയാവട്ടെ, മറ്റെല്ലാം റബ്ബിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ എനിക്ക് ഒന്നും ലഭിക്കില്ല. റുബൂബിയത്ത് എന്ന് പറഞ്ഞതാ, എന്നെ സൃഷ്ടിച്ചത് റബ്ബ്, എനിക്ക് വേണ്ടത് ഒരുക്കെത്തുന്നത് എന്റെ റബ്ബ്, എല്ലാം നൽകുന്നത് റബ്ബ്. അതുകൊണ്ട് ഞാൻ ആ റബ്ബിന് മാത്രമേ നൽകൂ. അതാണ് ഉലൂഹിയത്ത്. എളുപ്പം മനസ്സിലാക്കി തരാം. എന്നെ സൃഷ്ടിച്ചതും എന്റെ മുൻഗാമികളെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും എന്റെ റബ്ബായ അല്ലാഹുവാണ്. എനിക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, ഞാൻ ശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ റബ്ബിന്റെ കാരുണ്യം, ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ എന്റെ റബ്ബിന്റെ കാരുണ്യം, ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാം എന്റെ റബ്ബിന്റെ കാരുണ്യമാകുന്നു. അവനെ ആശ്രയിച്ചല്ലാതെ എനിക്ക് ജീവിതമില്ല എന്നത് റുബൂബിയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന മനുഷ്യൻ അവന്റെ ആരാധനകൾ, അവന്റെ തേട്ടങ്ങൾ എല്ലാം ആ റബ്ബിന് മാത്രം സമർപ്പിക്കും. ഉലൂഹിയത്തിലും വഹ്ദാനിയത്തും റുബൂബിയത്തിലും വഹ്ദാനിയത്തും. ഇത് നിരാകരിച്ച മനുഷ്യന്റെ ചിത്രമാണ് ഇവിടെ ഈ കാണിക്കുന്നത്. എന്നിട്ട് ആ പാവപ്പെട്ട കൂട്ടുകാരൻ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് വിഷയം മനസ്സിലാവും. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله. ആ പാവപ്പെട്ട കൂട്ടുകാരൻ പണക്കാരനായ അഹങ്കാരിയായ ചങ്ങാതിയോട് ചോദിക്കുന്നു, വലൗലാ ഇദ് ദഖൽത ജന്നതക, എന്തുകൊണ്ടാണ് നീ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ പറയാതെ പോയത്? ഖുൽത, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല മാഷാ അല്ലാഹ്? ഇതൊക്കെയും ഈ തോട്ടവും അതിലെ വിളവുകളും അതിന്റെ പല വരുമാനങ്ങളും എന്റെ റബ്ബ് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം ലഭിച്ചതാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? കണ്ട, വിഷയം നമുക്ക് ക്ലിയർ ആവും. എന്തായിരിക്കണം ഒരു വിശ്വാസിയുടെ മനോഭാവം? ആ കൂട്ടുകാരൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. നീ തോട്ടത്തിൽ കിടക്കുമ്പോ, നിന്റെ തോട്ടത്തിന്റെ വിളവുകൾ കാണുമ്പോ എന്തുകൊണ്ട് നീ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല? ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ ശക്തിയും അല്ലാഹ്ക്കല്ലാതെ മറ്റാൾക്കുമില്ല എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? മാഷാ അല്ലാഹ് എന്ന് മാത്രല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് ശക്തി അല്ലാഹ്ക്കാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ ഹൗൽ നീക്കാനുള്ള ശക്തി അല്ലാഹ്ക്കാണ്. വേറെ നമുക്കും ഇല്ല, മറ്റൊരു സൃഷ്ടിക്കുമില്ല, റബ്ബിന് മാത്രം. അതല്ലേ ലാ ഹൗല വലാ ഖുവത എന്ന പ്രാർത്ഥനക്ക്, ദിക്റിന് ഭയങ്കര പുണ്യമുണ്ട് എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റണം നമുക്ക്. പള്ളിയിൽ വരുമ്പോഴായാലും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, ദൂരെ യാത്ര ചെയ്യുമ്പോഴും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഫാത്തിഹ ഒന്നും വിളിക്കണ്ട, മൊയ്ലിയാരെയും വിളിക്കണ്ടായിരുന്നു. എന്റെ ഈമാൻ ഉണ്ടാവേണ്ട കാര്യമാണ്. മൊയ്ലിയാർക്ക് ഉണ്ടായിട്ടെന്താ? ഈ ഇറങ്ങുന്ന ആൾ കച്ചവടത്തിന് ഇറങ്ങല്ലേ, കൃഷി സ്ഥലത്തേക്ക് പോവല്ലേ, മറ്റൊരു കാര്യത്തിന് പോവല്ലേ, അത് ഓർക്കണം. മൊയ്ലിയാർക്ക് ഈമാൻ ഉണ്ടായിട്ട് ഇയാൾക്ക് എന്താ വിശേഷം? ഇയാളുടെ മനസ്സിലല്ലേ റബ്ബിനെ കുറിച്ചുള്ള ഈമാൻ വരേണ്ടത്, അയാളല്ലേ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. അതിനുപോലും മനുഷ്യന്മാർക്ക് മടിയാണ്. ആളെ വിളിക്കും, മറ്റാളെ വിളിച്ചില്ല. നിങ്ങൾ കാണൂലേ വല്ല ഖബർസ്ഥാനുള്ള പള്ളിയിലൊക്കെ പോകുമ്പോ സ്വന്തം ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് നിന്നിട്ട് മൊയ്ലിയാരെ കാത്തുക്കണം. മോൻ റബ്ബേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പറ്റാണ്ടേ
എന്റെ ഉമ്മാക്ക് പൊറത്തു കൊടുക്കണേ എന്ന് പറയാൻ പറ്റാണ്ടേ ഏതോ അകലെയുള്ള ഒരു മുസ്ലിയാരെ വിളിച്ചുകൊണ്ടേ അയാൾക്കെന്താ വിഷയത്തില്? എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വെയിൽ കൊണ്ട് മഞ്ഞു കൊണ്ട് മഴ കൊണ്ട് ഞങ്ങളെ വെള്ളം തോർത്തെടുത്ത വാപ്പ ഞങ്ങൾക്ക് കഴിവായപ്പോ അത് അനുഭവിക്കാൻ പറ്റാതെ മരിച്ചുപോയി. റബ്ബേ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഹൃദയം തുറങ്ങി മകന്റെ പ്രാർത്ഥന ആൾക്കാരെ എല്ലാം വീട് പണിയുമ്പോ കോൺട്രാക്ടർ ഏൽപ്പിക്കൂലേ? എല്ലാം അതിന് പലതരം കോൺട്രാക്ടർമാർ വേണം. ഇപ്പോഴത്തെ വീട് പണി പലതരം അല്ലേ? എല്ലാത്തിനും കോൺട്രാക്ടർമാരല്ലേ? കല്യാണ പരിപാടി നടത്താൻ അതിന് ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിക്കല്ലേ? എല്ലാവരും നടത്തിക്കോളും, കാശ് വേണമെങ്കിൽ തരാം. ഇതുപോലെ ഈ പ്രാർത്ഥന എനിക്ക് കൂടൂല, മറ്റവരൊക്കെ വന്നൊന്ന് പ്രാർത്ഥിക്ക്. നിങ്ങളെല്ലാവരും കൂടി 70,000 ദിക്റ് ചെല്ല്, നിങ്ങളെല്ലാവരും കൂടി കുറെ യാസീനോത്. ഞാന് നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഒരുക്കാൻ വേണ്ടി ഓടി അടക്കാം. കാറ്ററിംഗുകാരെ വിളിക്കുന്നു, ഇന്ന മണിക്ക് എത്തണം. എനിക്കിതിലൊന്നും വിഷയമല്ല. മകനെ കഴിഞ്ഞ ആഴ്ച നമുക്ക് കേട്ടില്ലേ, വാപ്പാക്ക് കിട്ടിക്കൊണ്ടിരിക്കുക സ്വാലിഹായ മകന്റെ പ്രാർത്ഥന. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മളല്ലേ പറയേണ്ടത്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്റെ റബ്ബ് ഉദ്ദേശിച്ചത് കൊണ്ടാണ് എനിക്കിത് ലഭിച്ചത്. ഈമാൻ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടാൻ പാടില്ല. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എനിക്കൊരു കഴിവില്ല, എല്ലാ കഴിവും അല്ലാഹുവിനാവുന്നു എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുക ഒരു വിത്ത് ഒരു കുഴി ഒഴിച്ച് മണ്ണ് നീക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ അത് മുളച്ച് വളർന്ന് കായ തന്നോളുന്ന ഇല്ലട്ടാ. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, നിശ്ചയം അല്ലാഹുവാണ് ധാന്യങ്ങളെ പിളർത്തി മുള പുറത്തുകൊണ്ടുവരുന്നത്. കുരുക്കളെ ഇത്തപ്പന കുരുവായ കശുവണ്ടിയായിരുന്നാലും അതിനെ പിളർത്തി മുള പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലാഹുവാണ്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി, നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത് എന്റെ റബ്ബ് തന്നെയാണ്. വമുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും പുറത്തു കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ എങ്ങനെ തെറ്റിപ്പോകുന്നു? അള്ളാന്റെ ചോദ്യം നമ്മോട്. അതുകൊണ്ട് എന്നെ തന്നെ നിങ്ങൾ ആശ്രയിക്കണം, എന്നോട് തന്നെ തേടണം, എന്നിൽ പ്രതീക്ഷ അർപ്പിക്കണം. എല്ലാം ഇങ്ങനെ വേണം എന്ന് ഉപദേശിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ദീനീ പ്രവർത്തനം നടത്തുന്നു, നിസ്കരിക്കുന്നു, ശരിക്കും പോണില്ല, വിദേഹത്വം ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഭൗതിക വിഷയങ്ങളിൽ നമ്മുടെ അല്ലാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണോ നമ്മുടെ ഇടപാടുകൾ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുകയും എല്ലായിടത്തും റബ്ബിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ റബ്ബിന്റെ തൗഫീഖ് നമുക്കുണ്ടാവും, അനുഗ്രഹമുണ്ടാവും, കാവലുണ്ടാവും. അല്ലാഹു എല്ലാ ശർറുകളിൽ നിന്നും നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഖുർആൻ അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവന്റെ തോട്ടത്തിന് എന്ത് സംഭവിച്ചു, ഈ അഹങ്കാരിയായ അള്ളാനെ മറന്നുപോയ, അള്ളാഹിനെ അവലംബിക്കാത്ത ആശ്രയിക്കാത്ത ആ അഹങ്കാരിയുടെ തോട്ടത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചരിത്രം അവസാനിപ്പിക്കുന്നത്. ആ തോട്ടം മുഴുവൻ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ആകാശത്ത് നീ ഒരു ഇടുത്തി ഇറങ്ങിയിട്ട് ഒന്നിച്ച് കരിച്ചു കളഞ്ഞു. രണ്ട് കൈയും അവൻ മലർത്തുന്നു, ഇളക്കുന്നു. കുറെ ബുദ്ധിമുട്ടി, കുറെ വളം ചെയ്ത് വെള്ളമൊഴിച്ചു,
അനേകം പണിക്കാർക്ക് പണിക്ക് കൂലി കൊടുത്ത് ചെയ്ത് വിളവെടുക്കാൻ അടുത്ത സന്ദർഭത്തിൽ പന്തലോടുകൂടി വീണുമെറിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോ അവൻ കൈമലർത്തുന്നു. തോട്ടക്കാരൻ പറയുന്നു, വീണ്ടും അത് വരുന്നു. കണ്ട, ആദ്യം കൂട്ടുകാരൻ പറഞ്ഞു, ഇപ്പൊ സ്വയം പറയാം, ഞാൻ എന്റെ റബ്ബിൽ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നമ്മളെ ശ്രദ്ധ വരാത്തൊരു ശുർക്കാണ്. അഹങ്കാരം തന്നെ ഒരു ശുർക്കാണല്ലോ. അഹങ്കാരം തന്നെ അള്ളാഹു പകരം ഞാനല്ലേ അഹങ്കാരത്തിന്റെ അർത്ഥം. അഹങ്കാരത്തിന്റെ അർത്ഥം എന്താ? കിബിർ, മുത്തക്കബിർ ഒരാളേ ഉള്ളൂ, അള്ളാഹ് മാത്രം. മുത്തക്കബിർ ആയവൻ അള്ളാഹ് മാത്രം. അർഹതയുണ്ട്, നമുക്ക് ആർക്കും അർഹതയില്ല കിബിർ കാണിക്കാൻ. നമ്മ നിസ്സാരാണ്, കൊതുകിനേക്കാൾ നിസ്സാരമാണ്, പുഴുവിനേക്കാൾ നിസ്സാരമാണ്. ഞാൻ തരക്കടില്ലാന്നങ്ങട് നമുക്ക് തോന്നിയാൽ ചിറ്റി, ഞാൻ തരക്കടില്ലാന്നങ്ങട് തോന്നിയാൽ മതി. അതിന്ന് പിന്നെ ശൈത്താൻ വർദ്ധിപ്പിച്ചോളും. ബാക്കി ശൈത്താൻ അവൻ അങ്ങോട്ട് വളർത്തും. ഞാനില്ലെങ്കിൽ ഈ ലോകം ഉണ്ടാവൂല, ഒന്നും സംഭവിക്കൂല. ഞാൻ മരിച്ചു പോയാലും പിറ്റേ സൂര്യൻ ഉദിക്കും. ഇവിടെ ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവും, മഴ പെയ്യും, കാറ്റടിക്കും, ഒക്കെ ഉണ്ടാവും. ഞാനില്ലെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്ക? ഞാനില്ലെങ്കിൽ എന്താ? ഒന്നും സംഭവിക്കൂല. അതുകൊണ്ട് ഇവിടെ അവന് അപ്പ ബോധ്യം വന്നു. തോട്ടം നശിച്ചപ്പോ എന്റെ റബ്ബിൽ ഞാൻ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ അവിടെ വെച്ച് പറയുകയാണ്. റബ്ബിനെ ആശ്രയിക്കേണ്ടതിന് പകരം, റബ്ബിനെ അവലംബിക്കേണ്ടതിന് പകരം അള്ളാഹു അവന് സബബായി നിശ്ചയിച്ചു കൊടുത്ത ഉപജീവന മാർഗത്തിന് അള്ളാഹു കാരണനാക്കി കൊടുത്ത അതിനെ ഉപയോഗപ്പെടുത്തുകയും അവലംബം വന്ന് മാത്രമാക്കുന്നതിന് പകരം ഉപയോഗപ്പെടുത്തുക മാത്രമല്ല, അതാണ് അവലംബമെന്ന് അവൻ തെറ്റിദ്ധരിച്ചതാണ്. പ്രിയ സഹോദരങ്ങളെ, എല്ലാം റബ്ബീന്ന് കിട്ടണം, എല്ലാം നമുക്ക് റബ്ബീന്ന് കിട്ടണം, വേറൊരു വഴിയില്ല. എല്ലാം മൂസാ നബി അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആൻ ഖസസിൽ അത് പറഞ്ഞില്ലേ? അവിടെ ഒരു കിബിത്തിയെ അബദ്ധത്തിൽ കൊന്നു. കൊല്ലാൻ വിചാരിച്ചല്ല, ബനി ഇസ്രായേലിനെ ഇടിക്കുന്ന പുറത്തു കയറിയിരുന്ന് അവനെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോ അവൻ സഹായത്തിന് വിളിച്ചപ്പോ മൂസ മൂസ ആ കിബിത്തിയെ ഒരു ഇടിയം പിടിച്ചു. മരണത്തിൽ കൊല്ലാൻ വിചാരിച്ച. അങ്ങനെ പിന്നെ ആ നാട് വിട്ടു ഓടി മദിയനിൽ വന്നു. ജനങ്ങൾ വെള്ളം ശേഖരിക്കുന്ന ആ കിണറുകളുടെ അടുത്ത് എത്തിയപ്പോ ആളുകൾക്ക് വെള്ളം കോരിക്കൊടുക്കുന്നു കണ്ടു. എന്ന് പറഞ്ഞു. ഈ ഇടയന്മാരെ കൂടാതെ രണ്ട് യുവതികൾ അവരുടെ ആടുകളെ തടഞ്ഞു നിർത്തുന്നു. മറ്റാടുകൾ, മറ്റു ഇടയന്മാരുടെ ആടുകൾ വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ആ രണ്ട് യുവതികൾ കൊണ്ടുവന്ന ആടുകൾ വെള്ളം കുടിക്കാൻ ഇങ്ങനെ അവര് പ്രയാസപ്പെട്ട് തടുത്തു നിർത്തുന്നു. കാലമാഹത്തുബുക്കുമാ എന്ന് പറയാം. എന്താ പ്രശ്നം? ആ പെണ്ണുങ്ങളോട് ചോദിച്ചു, ഈ ആളെ അവസ്ഥ അറിയോ? പിന്നീന്ന് ആരെങ്കിലും എന്നെ പിടിക്കാൻ വരുന്നുണ്ടോ, കൊല്ലാൻ വരുന്നുണ്ടോ? ആരുമില്ലാത്ത നാട്, പരിചയക്കാരില്ല, ബന്ധുക്കളില്ല, വീടില്ല, ഭക്ഷണമില്ല, താവളമില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന മൂസാ നബി അലൈഹിസ്സലാം രണ്ട് യുവതികൾ പ്രയാസപ്പെടുന്നു കണ്ടപ്പോൾ മാ ഖത്ബുക്കും ആ കാലത്ത് ഈ ശക്തന്മാരായ ഇടയന്മാര് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരവരെ ആടുകൾക്ക് വെള്ളം കോരി കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. കബീർ, ഞങ്ങൾക്ക് വാപ്പുണ്ട്, വൃദ്ധനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. പക്ഷെ ഈ കടുത്തന്മാരെ ആണുങ്ങളുടെ കയറി തിക്കിയിട്ട് വെള്ളം കോരാന്ന് ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയണം. ആ രണ്ട് യുവതികളുടെ ആടുകൾക്ക് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം വെള്ളം കോരിക്കൊടുത്തു. പിന്നെ അവിടെ ഇങ്ങനെ
പെർഫോം ചെയ്യാൻ നിന്നില്ല. നിങ്ങളെ ആടുകൾക്ക് വെള്ളം കോഴി കൊടുത്തല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ പെണ്ണുങ്ങൾ ഇരുന്ന് നിന്നില്ല. സുമ്മത്തവല്ല ഇലമുല്ലി, ഒരു മരത്തണലിലേക്ക് മാറി. ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബിനോട് തേടുക മൂസാ നബി. ഇന്ന് രാത്രി എവിടെ കിടക്കും അറിയില്ല, ഭക്ഷണം ആര് തരും അറിയില്ല, രക്ഷിക്കാനും സഹായിക്കാനും ആരെങ്കിലും അറിയില്ല. പ്രാർത്ഥിച്ചെന്താ? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ ഏത് തരം നന്മ എനിക്ക് ഇറക്കി തന്നാലും അതിനെല്ലാം ഞാൻ ആവശ്യക്കാരനാണ് റബ്ബേ, ഫഖീറാണ് റബ്ബേ. ഇന്ന ആവശ്യം എന്ന് പറയാൻ പറ്റില്ല, അത്രയധികം ആവശ്യമുണ്ട് ഇപ്പൊ മൂസാ നബിക്ക്. അതുകൊണ്ട് പറഞ്ഞത്, എനിക്ക് ഭക്ഷണം തരുന്ന ആരെങ്ങളെ, എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റിയ ഒരാളെ, രാത്രി ഉറങ്ങാൻ പറ്റിയൊരു താവളം, അതുകൊണ്ട് ചോദിച്ചത്. നീ എന്തൊക്കെ ഹൈർ എനിക്ക് ഇറക്കിത്ത അതിനൊക്കെ ഞാൻ ഫക്കീറാണ്, ആവശ്യക്കാരനാണ്. എന്തുണ്ടായി? അപ്പ തന്നെ സ്വീകരിച്ചു. അപ്പ തന്നെ. ആ ചരിത്രം വിശദീകരിക്കുന്നില്ല. ആ പെൺകുട്ടികളുടെ ഒരാൾ മടങ്ങി വന്നു, വാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ചെല്ലുന്നു. പിന്നീട് മൂസാ നബിയുടെ ജീവിതത്തിന് കൃത്യമായ ഒരു സാഹചര്യം, ഈ പ്രാർത്ഥനക്ക് അന്ന് ഉത്തരം നൽകി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആശ്രയം അല്ലാഹ് മാത്രം. സൂറത്ത് തൗബയിൽ തബൂക്ക് യുദ്ധത്തിന് പോകാതെ വെറുതെ മുടങ്ങിയ 3 പേരെ വിലക്കിയല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസി അവരായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവരെ ഭാര്യമാർക്ക് ഓർഡർ കൊടുത്തു, ഭർത്താവിൽ നിന്ന് മാറി നിൽക്കാൻ. ഭാര്യമാരും മാറിപ്പോയി. ഒരാളങ്ങോട്ട് ചെല്ലൂല, ഒന്നും അന്വേഷിക്കില്ല. അവർക്ക് ആകെ ഇടുങ്ങി. അവർ പശ്ചാത്തപിച്ചു, റബ്ബിനോട് അങ്ങേറ്റം പശ്ചാത്തപിച്ചു. എന്നിട്ട് അന്ന് പറയാൻ അവരെ പറ്റി, അവർക്ക് ബോധ്യം വന്നു. ആ 3 പേർക്ക് ബോധ്യം വന്നു, രക്ഷപ്പെടാൻ, റബ്ബിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബിലേക്കല്ലാതെ ഒരു വഴിയില്ല. ശ്രദ്ധിക്കണം, റബ്ബിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബിലേക്കല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ബോധ്യം വന്നു. അവർ പശ്ചാത്തപിച്ചു. അല്ലാഹു പശ്ചാത്താപം സ്വീകരിച്ചു. വിലക്ക് നീങ്ങി. എല്ലാ കാര്യങ്ങളും പുറത്തു കൊടുത്തു. ബോധ്യം വന്നത് അള്ളാഹുലേക്കല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. നമ്മെ വിലക്ക് രക്ഷപ്പെടാൻ റബ്ബിലേക്കല്ലാതെ. എത്ര അഹമ്മദി കാണിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. അവന്റെ മുന്നിലേക്ക് തന്നെ വരണം. അതുകൊണ്ടാണ് ഉറങ്ങാൻ നേരത്തുള്ള പ്രാർത്ഥനയിൽ റസൂൽ പഠിപ്പിച്ചത്, ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക. ഉറങ്ങാൻ കിടക്കുമ്പോഴേ ഉള്ള പ്രാർത്ഥനയിൽ റസൂൽ പഠിപ്പിച്ചത്, ലാ മൽജഅ വലാ മൻജഅ, അവലംബമില്ല, രക്ഷപ്പെടാൻ മാർഗമില്ല, മിൻക റബ്ബേ നിന്നിൽ നിന്ന്, ഇല്ലാ ഇലൈക നിന്നിലേക്ക് തന്നെയല്ല. റബ്ബിനെ തന്നെ ആശ്രയിക്കുക. റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും റബ്ബിനെ തന്നെ ആശ്രയിക്കുക. മറ്റൊരാളുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടാനും റബ്ബിലേക്ക് തന്നെ ആശ്രയിക്കുക. നമ്മുടെ ഈമാൻ ശക്തമാവേണ്ടതുണ്ട്. ഞങ്ങൾ മാപ്പിളമാരാണ്, മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ, അതുകൊണ്ട് ഒരു വിശേഷമൊന്നുമില്ല. ഈമാൻ കൃത്യമായിരിക്കണം. ഒരു തരിമ്പും അതിനെ തുരുമ്പ് ബാധിക്കാൻ പാടില്ല. റബ്ബും ഇലാഹും അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. എല്ലാത്തിനും ആശ്രയം അവൻ മാത്രം. ആ ബോധം, ആ വിശ്വാസം നിരന്തരമായ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ഇവിടെ മനസ്സമാധാനമുണ്ട്, രക്ഷയുണ്ട്, പരലോകത്ത് രക്ഷയുണ്ട്. അല്ലാഹു 2 ലോകത്തും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതിന് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും നമ്മിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة